ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഒരു ചിക്കൻ മധുഹത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി, പിന്നെ സ്പൈസസ്. രണ്ട് തക്കാളി മിക്സിയിലിട്ട് അടിച്ച് വെച്ചാണിത്. പിന്നെ ക്യാപ്സിക്കം ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒലിവ് ഓയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് പച്ചമുളകൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് രണ്ട് വലിയ സവാള അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെക്കാം. നമ്മൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലോണം വഴന്ന് വരുമൊന്നും വേണ്ട. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. രണ്ടിൻ്റെയും പേസ്റ്റ്. ഇനി ഇത് ഒരു 1.5 തക്കാളിയാണ്. ഒരു വലിയ തക്കാളി അതിൻ്റെ പകുതി. ഇതൊന്ന് വഴന്ന് വരണം. അതിനൊന്ന് നമുക്ക് അടച്ച് വെക്കാം. ഇത് നല്ലൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് കയ്യിലില്ല. അപ്പോൾ 2 തക്കാളി മിക്സിയിലിട്ട് അരച്ച് വെച്ചതാണത്. അതിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കുക. ഒന്ന് വഴന്ന് വരട്ടെ. ഒന്ന് എണ്ണ തെളിയുന്നത് വരെ അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ അടുപ്പ് തുറന്ന് നോക്കിയപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അറബി മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അറബി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ മന്തി മസാല ഇട്ട് കൊടുത്താൽ മതി. മസാല ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ്റെ പിങ്ക് കളറെല്ലാം പോയിട്ട് ഒന്ന് വൈറ്റ് കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇനി വേവിക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ 3 കപ്പ് അരി ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അരി 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റി വെച്ചതാണ്. നമുക്ക് റൈസ് ഇട്ടെടുത്ത് ഇത് രണ്ടും കൂടെ കിടന്നാൽ തിളച്ച് വേവട്ടെ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അതിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു കൊടുക്കുക. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇനി അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2-3 തവണ തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ നമുക്ക് അരി തമ്മിൽ ഒട്ടുന്ന മാതിരി തോന്നുന്നു. ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒക്കെ അരികളെല്ലാം വേറിട്ട് നിൽക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്.